പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, അത് എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല,
പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്നു. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ്, ബന്ധം, അത് അതിൻ്റെ ഒരു പ്രക്രിയ ഇൻറ്റൻസിഫൈങ് ആയിട്ടുള്ള പ്രക്രിയയാണ്. വെച്ചാൽ അത് തീവ്രതയിലേക്കാണ് അത് പോകേണ്ടത്. സ്വാഭാവികമായ ചലനം, അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാര്യം വിശ്വാസത്തിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള നിശ്ചലാവസ്ഥ അങ്ങനെ ഇല്ല. ഇതിന് സഭാപിതാക്കന്മാരും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് സുഭാഷിതങ്ങളാണ്. സുഭാഷിതങ്ങൾ 4:18. സൂര്യൻ മധ്യാഹ്നത്തിൽ, അതായത് പ്രഭാതത്തിൽ നിന്ന് എങ്ങനെയാണോ മധ്യാഹ്നത്തിൻ്റെ ഫുൾ സ്വിങ്ങിൽ പൂർണ്ണ വെളിച്ചത്തിലേക്ക് പോകുന്നത്, അതുപോലെയാണ് മനുഷ്യന്മാരുടെ വിശ്വാസ ജീവിതം പ്രതീകാത്മകമായി ബൈബിൾ അവതരിപ്പിക്കുന്നത്. സുഭാഷിതങ്ങൾ 4:18. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ. അപ്പൊ നീതിമാന്മാരുടെ പാത എന്ന് പറയുമ്പോൾ നീതിമാന്മാർ ജീവിക്കണേ എങ്ങനെയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. എങ്ങനെയാണത്? എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. റോമ 1:17 തിരുവചനമുണ്ട്. റോമ 1:17. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പൊ നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം വഴി ജീവിക്കുന്ന ആൾ, വിശ്വാസത്തെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഈ വിശ്വാസം വഴി ജീവിക്കുന്ന ആളാണ് നീതിമാനെങ്കിൽ നീതിമാന്റെ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് സുഭാഷിതം 4:18. എന്നാൽ നീതിമാന്മാരുടെ പാത, അതായത് വിശ്വാസം വഴി ജീവിക്കുന്നവരുടെ പാത പൂർവാന്നത്തിലെ, അതായത് മോർണിംഗ് ടൈം വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അധ്യായനത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് അത് പോണത്. അപ്പം വിശ്വാസത്തിൻ്റെ സ്വാഭാവികമായ വളർച്ച എന്ന് പറയണത് ഈ പ്രഭാതത്തിൽ നിന്ന് മധ്യാഹ്നത്തിലേക്ക് സൂര്യൻ എങ്ങനെയാണ് വെളിച്ചം കൂടുന്നത് അതുപോലെ കൂടിക്കൊണ്ടേ വരേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിന് വളർച്ച സംഭവിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് വരണത് വിശ്വാസത്തിന് തളർച്ചയാണ് സംഭവിക്കുന്നത്. വിശ്വാസം വിശ്വാസം തളരുമ്പോൾ പിന്നെ വിശ്വാസം എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് റോമർ 1:16 വായിച്ചേ. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്.
അപ്പം അതിൻ്റെ കാരണം, വിശ്വാസം ദൈവശക്തിയാകുന്നതിൻ്റെ കാരണം, വിശ്വാസം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വചനത്തിൻ്റെ മിനറൽസ്, വൈറ്റാമിൻസ് ഒക്കെ കഴിച്ചാണ് വിശ്വാസ മനുഷ്യൻ വളരണത്. റോമ 10:17 വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസത്തിലൊരു തളർച്ച വന്നാൽ, സുഭാഷിതം പറയുന്ന പോലെ പ്രഭാതത്തിൽ നിന്ന് മധ്യാഹ്നത്തിലേക്ക് അഭിവൃദ്ധിപ്പെടുന്ന സൂര്യ തേജസ് പോലെ വിശ്വാസത്തിന് വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള നടപടിക്രമം എന്ന് പറയുന്നത്, വിശ്വാസം എങ്ങനെയാണോ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണത്, അത് വിശ്വാസം ഉണ്ടായ അതേ മെത്തേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസം ഉണ്ടായ മെത്തേഡ് എന്താണ്? കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടായത്. പിന്നെ എന്താണ്? ചുമ്മാ കേൾവിയല്ല. റോമ 10:17 പറയണത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ്. അല്ല വേറെ വല്ല ഇതും കേട്ടാൽ വിശ്വാസം ഉണ്ടാകത്തില്ല. വേറെ വല്ലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയാലും ആ വിശ്വാസത്തിനൊരു കുഴപ്പം രക്ഷാകരമാകത്തില്ല. ഇപ്പം നിങ്ങൾ അമേരിക്ക അവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ അമേരിക്ക കണ്ടിട്ടില്ല, പക്ഷേ അമേരിക്ക അവിടെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് വിശ്വസിക്കണ്ടേ? അതുപോലെയൊക്കെ ഉള്ള ചെപ്പടി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാലൊന്നും രക്ഷാകരമായ വിശ്വാസം ഉണ്ടാകത്തില്ല. കാരണം സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൗദ്ധികമായ കേവല വിശ്വാസമല്ലേ. ഇപ്പം അമ്മ പറഞ്ഞു ഇയാളാണ് എൻ്റെ അച്ഛൻ, ഇന്ന ആളാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള മാനുഷികമായ ആശയവാദങ്ങളല്ല സംഭവം. സുവിശേഷത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസമാണ്. അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി പിതാവ് അയച്ച ബലിവസ്തുവാണ്. അവൻ്റെ ബലിയിൽ പ്രസാദിച്ച പിതാവ് നമുക്ക് രക്ഷ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു, നഷ്ടപ്പെട്ട രക്ഷ തിരികെ നൽകി. അതാണ് ദൈവവരപ്രസാദം. അപ്പോൾ ഈ വിശ്വാസം നമുക്ക് നൽകണത് എന്താണ്? രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷാകരമായ വിശ്വാസമാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. പള്ളികളിലെ വിശ്വാസം എന്ന് പറയുന്നത് ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ് ആണ്, ഇരുട്ടിലേക്ക് എടുത്തുചാട്ടമാണ്. എബ്രാഹമാണ് വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പുതിയ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ എബ്രാഹം അല്ല വിശ്വാസത്തിൻ്റെ പിതാവ്. പുതിയ നിയമത്തിലെ വിശ്വാസം എന്താണ്? എബ്രാഹം വിശ്വസിച്ചത് എന്ത്, പുതിയ നിയമത്തിലെ വിശ്വാസം എന്ത്? ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പുതിയ നിയമത്തിലെ വിശ്വാസം മുഴുവൻ രക്ഷാകര വിശ്വാസം എന്ന് പറയും, റിഡംപ്റ്റീവ് ഫെയ്ത്ത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതാണ് പൗള് കൃത്യമായിട്ട് പറയുന്നുണ്ടത്. എന്താണ്? വിശ്വാസം കേൾവിയെന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ വചനം വായിച്ചും വചനം നടപ്പിൽ വരുത്തിയും വിശ്വാസ ജീവിതം റിപ്പയർ ചെയ്യാമെങ്കിലും അത് യേശു കേന്ദ്രീകൃതമായാൽ മാത്രമേ രക്ഷാകരമായി വരത്തുള്ളൂ. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് സുനിശ്ചിതവും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആശയങ്ങളിലൂടെ വേണം നമ്മൾ ആത്മീയ ജീവിതത്തെ സമീപിക്കാൻ. അതിശയനത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോ കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2023 ഫെബ്രുവരി 17 എൻ്റെ ആദ്യം ഉടമ്പടി എടുത്തത്. അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും ഒരു വലിയ സംരക്ഷണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ആദ്യം പറയാനുള്ളത്. കഴിഞ്ഞ ഡിസംബർ 25 ക്രിസ്മസ് പാതിര കുർബാനയിൽ ഞാൻ പങ്കെടുത്ത ശേഷം പള്ളിയുടെ വെളിയിൽ സ്റ്റെപ്പിൽ ഇരിക്കുമായിരുന്നു. അത് ഞാൻ ഇരുന്നത് ഒരു അണലിപ്പാമ്പിൻ്റെ മുകളിലാണ്. അത് അറിഞ്ഞില്ല. ഞാനും എൻ്റെ കുട്ടികളും തൊട്ടടുത്തായിട്ടാണ് ഇരുന്നിരുന്നത്. ഒരു 20 മിനിറ്റോളം ഞാൻ ആ സ്റ്റെപ്പിൽ ഇരുന്നു. പക്ഷേ പാമ്പിൻ്റെ യാതൊരു കടിയോ അതിൻ്റെ യാതൊരു ശല്യവും എനിക്കുണ്ടായില്ല. ഞാൻ എഴുന്നേറ്റിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാനൊരു പാമ്പിൻ്റെ മുകളിലാണ് ഇരുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. മാതാവിൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ തെളിവാണ്. ഞാൻ എപ്പോഴും എവിടെ പോയാലും എൻ്റെ കൂടെ കാശ് രൂപ എൻ്റെ കൂടെ കാണും. എപ്പോഴും എൻ്റെ കഴുത്തിൽ അതുണ്ടാവും. ആ സംരക്ഷണമാണ് എന്നെ അതിൽ നിന്നും കടിയിൽ നിന്നും എന്നെ മാറ്റി നിർത്തിയത് എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. രണ്ടാമത്,
8 വർഷമായിട്ട് ഒരു വ്യക്തിക്ക് ഞങ്ങൾ പൈസ വായ്പ കൊടുത്തിരുന്നു. ആ വ്യക്തി പൈസ ചോദിക്കുമ്പോൾ ഞാനത് തന്നിട്ടില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ്, അങ്ങനെ പറഞ്ഞ് എപ്പോഴും ഒഴിവൊഴികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അത് കോടതിയിലെത്തി. ആ വ്യക്തി അവിടെ വെച്ചും ജഡ്ജിയുടെ മുന്നിൽ ഇത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേസും വെറുതെ തള്ളി നീക്കുമായിരുന്നു. അങ്ങനെയാണ് ഉപ്പിട്ട് കോടതിയിൽ ഹിയറിങ്ങിന് ചെന്നപ്പോൾ പ്രാർത്ഥിച്ചത് മാതാവിൻ്റെ സംരക്ഷണത്തിലും മാതാവിന് കൊടുത്ത ഉടമ്പടിയിലെ കാര്യങ്ങൾക്കും വേണ്ടി. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയില്ല. പെട്ടെന്ന് ആ വ്യക്തി പറഞ്ഞു, എങ്ങനെയെങ്കിലും എനിക്ക് ഈ കേസ് തീർപ്പാക്കി തരണം, എന്ത് പൈസ വേണമെങ്കിലും ഞാൻ തരാം, കോംപ്രമൈസ് ചെയ്ത് തരണം എന്നുള്ള ആ വ്യക്തി തന്നെ ഞങ്ങളടുത്തോട്ട് പറയുകയും ജഡ്ജിയുടെ മുമ്പിൽ അത് പുള്ളി അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഗഡുക്കളായിട്ട് ആ പൂർണ്ണ പൈസയും പൂർണ്ണമായും എല്ലാ എമൗണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് തരികയും ചെയ്തു. അത് മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച ആ അപേക്ഷയുടെ ഫലമായും മാതാവിൻ്റെ വലിയൊരു ഇടപെടലുമാണ് അവിടെ നടന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അടുത്തതായി ഞങ്ങൾക്ക് നാട്ടിൽ ഒരു ലാൻഡ് സ്വന്തമായിട്ടില്ലായിരുന്നു. അത് വേണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പല രീതിയിൽ അത് വാങ്ങിക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റിയിരുന്നില്ല. അത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷയായിട്ട് സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായി പെട്ടെന്ന് ഒരു വ്യക്തി ഞങ്ങളുടെ വീട്ടിന് അടുത്തുള്ള ഒരാൾ സ്ഥലം വിൽക്കുന്നെന്ന് കേൾക്കുകയും ആ വ്യക്തിയെ സമീപിക്കുകയും അത് ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആ എമൗണ്ട് സെറ്റിലാകുകയും ഞങ്ങൾക്കത് ഞങ്ങളുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യാനും പറ്റി. അതിനുശേഷം ഞാൻ ഉപ്പിട്ട ആ സ്ഥലത്തിന് ഫുൾ സംരക്ഷണവും അമ്മയുടെ സമർപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനാൽ അതിന് പിന്നീട് യാതൊരു പ്രശ്നവും അതിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നു, രജിസ്ട്രേഷനും നടന്നു. ഇപ്പോൾ ലാൻഡ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റി. 4ാമത് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് മറ്റൊരു കമ്പനിയിലോട്ട് മാറിയപ്പോൾ PFൻ്റെ അക്കൗണ്ട് ട്രാൻസ്ഫർ പല കാരണങ്ങൾ കൊണ്ട് എപ്പോഴും റിജക്റ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു വാല്യൂ ശരിയല്ല, ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെയും ഇപ്പോഴത്തെ ഉള്ള PFൻ്റെയും പഴയ PFൻ്റെയും മാച്ച് ആവുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് എപ്പോഴും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷയായിട്ട് സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അത് ഞാൻ സമർപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നീട് ഒരിക്കൽ കൂടി അക്കൗണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇട്ടു. അത് യാതൊരു തടസ്സവും കൂടാതെ നേരത്തെ പറഞ്ഞിരുന്ന യാതൊരു പ്രശ്നവും അവർ ചൂണ്ടിക്കാണിക്കാതെ അത് ഫുൾ എമൗണ്ടും എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പിന്നീട് പലപ്പോഴും എൻ്റെ വിഷമഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ താണു പോകുമ്പോൾ ഈശോയോടും അമ്മയോടും ഞാൻ കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഒരിക്കലും എനിക്ക് പല സ്വപ്ന ദർശനത്തിൽ മാതാവിൻ്റെ തേജസ്സുറ്റ ഒരു മുഖം ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഞാൻ അന്ന് രാത്രിയിൽ വളരെ ഒരു പ്രോജക്റ്റ് എന്നെ ഏൽപ്പിച്ചു. ആ പ്രോജക്റ്റിൻ്റെ സൊല്യൂഷൻ കിട്ടാതെ ഞാൻ വളരെ രീതിയിൽ പ്രയാസപ്പെട്ടാണ് ഞാൻ കിടന്നിരുന്നത്. അന്ന് ആ ഒരു സ്വപ്നം കടന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്കത് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ എൻ്റെ സൊല്യൂഷൻ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതിന് മാതാവിന് ഒത്തിരി നന്ദി. പിന്നീട് ഈശോയെ കുർബാനയിൽ സ്വീകരിക്കുന്ന സമയം, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമയം ഞാൻ കണ്ണടച്ചിരുന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഈശോയുടെ സ്വരം എന്നിൽ നിന്ന് കേൾക്കുകയാണ്. നിന്നെ ഞാൻ എൻ്റെ രക്തം വില കൊടുത്ത് വാങ്ങിയതാണ്. അത്രയും വലിയൊരു തീക്ഷ്ണമായ സ്വരമായിരുന്നു എനിക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയത്. ശരിയാണ്, ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഓരോ തുള്ളി ചോരയും കൊടുത്താണ് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അത് നമുക്ക് അഭിമാനം കൊള്ളണം. അഭിമാനത്തിലുപരി നമ്മൾ ആ പെയിൻ നമ്മൾ മനസ്സിലാക്കണം. ഈശോയെ എല്ലാവരും കുർബാനയിൽ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവസ്വരം കേൾക്കാനും ദൈവത്തെ ഉള്ളിൽ സ്വീകരിക്കുവാനും ദൈവത്തെ അനുഭവിച്ചറിയാനും എല്ലാവർക്കും സാധിക്കണം. പിന്നീട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. പ്രായമായ അമ്മമാരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ അടുത്ത് പോയിരിക്കാൻ, അവരോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അവരോട് മിണ്ടാൻ ആളില്ല. അവരെപ്പോഴും ഇങ്ങനെ നമ്മൾ ഗേറ്റ് തുറന്ന് ആരാണ് വരുന്നത്, ആരാണ് ഞങ്ങളുടെ മുറിയിലോട്ട് വരുന്നത്, ഞങ്ങളോട് സംസാരിക്കുന്നത് എന്താണ്, അതാണ് അവർ കൂടുതൽ
അവർ ആഗ്രഹിക്കുന്നത്. അവർ ചെന്ന് അവരോട് 2 വർത്തമാനം പറയുമ്പോൾ, അവരോട് കൂടിയിരിക്കുമ്പോൾ അവർ ഭയങ്കര ആശ്വാസപരമായിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുത്തെ സ്ഥാപനത്തിൽ സമീപിച്ച് അവിടുത്തെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. കൂടാതെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. അത് വഴിയോരങ്ങളിരിക്കുന്ന പാവങ്ങളായ മനുഷ്യരെ അവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ വിശന്ന് വലഞ്ഞിരിക്കുന്നവരാണ്. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞാനത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഈ വർഷം മുതൽ ഞാൻ കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ എനിക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ ഒക്കുമ്പോൾ മാത്രമേ ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏത് കാര്യം ഉണ്ടായാലും, എന്ത് വിഷയങ്ങൾ എൻ്റെ വീട്ടിൽ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞാൻ അതെല്ലാം മാറ്റി വെച്ച് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിപ്പോവും. അത് എനിക്ക് വലിയൊരു ഊർജ്ജമാണ്. എനിക്കത് ഈശോയെ സ്വീകരിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസം എന്തോ ഒരു മിസ്സിങ് ആണ്. അത്രയും വലിയൊരു അനുഗ്രഹമാണ് ഈശോ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പത്രങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ഈശോ അമ്മയോട് തന്നെ ആദ്യം ചോദിക്കും. കുരിശ് വരച്ച് നമ്മുടെ തൈലം കുരിശ് വരച്ച് അതിൽ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് ഞാൻ ചോദിക്കും, അമ്മേ ഇത് ആരുടെ കൈകളിലാണ് ഞാൻ കൊടുക്കേണ്ടത്? അമ്മ തന്നെ ഒരുക്കി തരണം. ഇത് ആൾക്കാരോട് അവരോട് ഞാൻ പറയും, ഇത് ത്രോ ചെയ്യേണ്ട ഒരു സാധനമല്ല, ഇത് വിശുദ്ധമായ ഒരു പത്രികയാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് പത്രം കൊടുക്കാറ്. പലപ്പോഴും വേദന തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ ഈ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ പത്രം ചുരുട്ടി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എന്തിനാണ് മനുഷ്യർ അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് സങ്കടം തോന്നും. അമ്മയെ അത്രയ്ക്ക് ഉപേക്ഷിച്ച് കളഞ്ഞും പത്രം എവിടെയെങ്കിലും വലിച്ചെറിയുന്നത് ഞാനതെല്ലാം എടുത്ത് ആൾക്കാരോട് പറഞ്ഞ് ഞാൻ കൊടുക്കും. ഇത് നിങ്ങൾ ത്രോ ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹങ്ങൾ കിട്ടേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ സൂക്ഷിക്കണം. ഇറ്റ്സ് എ ബ്ലെസ്ഡ് തിങ് എന്ന് പറഞ്ഞ് തന്നെയാണ് ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കിയാൽ മതി. അവർ ഫുൾ മനസ്സ് നമ്മളോട് തുറന്നു പറയും. ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരോടും നമ്മൾ ജസ്റ്റ് ഒന്ന് ഹിയർ ചെയ്യാൻ ആളില്ല. പലരുടെ സങ്കടങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആളില്ല. അങ്ങനെ ഒരു ഹിയറിംഗ് എയ്ഡായിട്ട് നമ്മൾ നിന്ന് നോക്കിയേ ആ മനുഷ്യர்களுണ്ടാകുന്ന സന്തോഷം വളരെയാണ്. അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി, നമ്മുടെ ഒരു നിയോഗ പ്രാർത്ഥന ഉൾപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും പ്രാർത്ഥന സഹായങ്ങൾ ഇങ്ങോട്ട് എന്നോട് വന്ന്, ജെസ്സി ഇങ്ങനെ ചെയ്യുന്നതല്ലേ, അപ്പം ഞങ്ങൾക്കും കൂടി പ്രാർത്ഥിക്കും, നീ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്ന ആൾക്കാർ പറയാറുണ്ട്. അതൊക്കെ വളരെ സന്തോഷവും സമാധാനവും തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ മാതാവിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യം നമുക്ക് ഒന്ന് പറയാൻ പറ്റുന്നതാണ്. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിൽ നമ്മളത് ഷെയർ ചെയ്യണം. നമ്മളത് മിണ്ടാതിരിക്കരുത്. അയ്യോ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വരുമോ, ആൾക്കാരെന്തോ വിചാരിക്കും എന്നുള്ള ചിന്തയൊക്കെ മാറ്റിയിട്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ട്. മാതാവും ഈശോയും കൂടെ വിളിക്കാതെ നമ്മളാരും ഈ ഭവനത്തിലോട്ട് വരത്തില്ല. നമ്മൾ ഈ കൃപാസനം പള്ളിയിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവനിയോഗമാണ്. അച്ഛൻ പറയുന്ന പോലെ ആരും വിളിക്കാതെ, ഈശോ അമ്മയും കൂടെ വിളിക്കാതെ നമ്മളായിരിക്കും വരത്തില്ല. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഉടമ്പടിയുടെ എടുത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഏത് അവസരം വന്നാലും ആൾക്കാർക്ക് ഒരു ആശ്വാസമാകാനും ആൾക്കാർക്ക് ഒരു ഹിയറിംഗ് പേഴ്സൺ ആവാനും എങ്കിലും നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാവും. ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോയും അമ്മ മാതാവും എനിക്ക് ചെയ്തു തന്നതിന് വളരെയധികം നന്ദി. എല്ലാം ഈശോയുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. 110 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ദൈവമായ കർത്താവ് ഇവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നാം മനസ്സിലാക്കുകയാണ്. ജെസ്സി എന്ന ഈ സഹോദരി ഇവിടെ വന്ന് 3ാമത്തെ സാക്ഷ്യമാണ് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെ ഏറ്റുപറയുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണയും കരുതലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ജീവിതത്തിലുടനീളം എടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട്
എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ മുഖാമുഖം കാണാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഉടമ്പടിയെ കൃത്യമായി വളരെ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ പുതുക്കി ജീവിക്കുന്ന ഈ വ്യക്തിക്ക് ദൈവം ഇടപെടുന്ന രീതികൾ വളരെ വ്യത്യസ്തവും നമ്മെ വിസ്മയിപ്പിക്കുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത് പോലെ, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുക്കളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള ഈ വചനം ഈ മകളുടെ ജെസ്സിയുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി ഇന്ന് നിറവേറിയിരിക്കുകയാണ്. കാരണം ഒരു അണലിപ്പാമ്പിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് അത് ഒട്ടും തന്നെ ഉപദ്രവിക്കാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ്, കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞു, അമ്മ പാമ്പിൻ്റെ മുകളിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ജെസ്സി തിരിഞ്ഞു നോക്കുന്നത്. പാമ്പിന് പോലും അതിനുമേൽ ചവിട്ടി നടക്കാനുള്ള ഒരു അധികാരം ഈശോ നൽകിയിരിക്കുന്നു. അതൊരു ആത്മീയ അധികാരമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നാം ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്ന അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്കും, കൃപയിൽ നിന്ന് നാം അഭിഷേകത്തിലേക്കും, അഭിഷേകത്തിൽ നിന്ന് ആത്മീയ അധികാരത്തിലേക്കും നാം ജീവിക്കുന്നതായി നമുക്ക് കാണാമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആത്മീയ അധികാരം ലഭിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും അധീനമാക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ വളരെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 8 വർഷമായിട്ട് ഇവരുടെ ഒരു കടം കൊടുത്തത് തിരിച്ചു നൽകാതെ ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മയോട് ഇടപെട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവർക്ക് കേസ് അനുകൂലമാവുകയും പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഒരു വലിയ വാഗ്വാദം നടത്തി ആ പൈസ അവർക്ക് തിരിച്ചു നൽകുവാനും, അതുപോലെ തന്നെ PF ട്രാൻസ്ഫർ ആകാതിരുന്ന അവസ്ഥയിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഓഫീസിൽ ചെന്ന് ബാങ്കിൽ ചെന്ന് ഇടപെട്ടതിൻ്റെ ഫലമായി അവർക്ക് വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അനുഗ്രഹം ലഭിച്ചു. പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണുവാനും സ്വപ്ന ദർശനത്തിലൂടെ വലിയ കാര്യങ്ങൾ കൈമാറ്റം നടത്തുവാനൊക്കെയുള്ള ഒരു വലിയ അനുഗ്രഹം. എല്ലാറ്റിനുപരി ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്നുള്ള ഈശോയുടെ സ്വരം തിരിച്ചറിയാനുള്ള വലിയ വെളിപ്പെടുത്തൽ ഈ മകൾക്കുണ്ടായി. അങ്ങനെ 2024 പിറന്നപ്പോൾ ഈ മകളൊരു വലിയ തീരുമാനമെടുത്തു. നമ്മളെല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ഇനി ഞാനൊരിക്കലും ദിവ്യബലി മുടക്കുകയില്ല. അങ്ങനെ ജനുവരി മുതൽ 2026 പിറന്നപ്പോൾ ഇന്ന് വരെ ദിവ്യബലി മുടക്കാതെ ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു വലിയ കൃപ അഭിഷേകം ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ തീരുമാനങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കാം. അത് കൃപ അഭിഷേകത്തിലേക്കും ആത്മീയ അധികാരത്തിലേക്കും നമുക്ക് കടന്നു വരുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജെസ്സിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവായി പോയതാണ്. എൻ്റെ പേര് അനിത. ഞാനൊരു റേഷൻ കട വ്യാപാരിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മകൻ ശബരിനാഥ്, +2 വിദ്യാർത്ഥിയാവുന്നു. ആദ്യമായിട്ട് എനിക്ക് ജപ്തി ഒഴിവായി പോയി എൻ്റെ വീട്ടിൽ നിന്ന്. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഞാൻ റേഷൻ വ്യാപാരിയാണ്. ഞാൻ റേഷൻ കടയിൽ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ സാധനം മേടിക്കാൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് കൃപാസനത്തിലെ പത്രം കൊണ്ട് തരുമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ എനിക്കത് വായിക്കാൻ വലിയ മനസ്സുകുറവായിരുന്നു. ഇതെല്ലാവരും ഇങ്ങനെ കൊണ്ട് നടക്കുന്നതല്ലേ, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്കതിലോട്ട് ആദ്യമൊക്കെ നോക്കാൻ പോലും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ട് തരുന്നത് അവരെ നിരസിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പത്രങ്ങളും വാങ്ങിച്ച് ഒരു സൈഡിൽ അടുക്കി വെക്കുമായിരുന്നു. ഫോണിൽ പോലും മാതാവിൻ്റെ ഓരോ സാക്ഷ്യങ്ങൾ വന്നാൽ പോലും ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തങ്ങ് വിടും. ഞാൻ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ മനസ്സ്. പക്ഷേ എൻ്റെ വീടിൻ്റെ ജപ്തിയോട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വിഷമാവസ്ഥയിലായിരുന്നു ആ സമയത്തൊക്കെ. എന്നിട്ട് പോലും എനിക്ക് മാതാവിനെ ഒന്ന് നോക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമവും പശ്ചാത്താപവും ഉണ്ട്. അവസാനം ഞാൻ ജപ്തിയുടെ ഡേറ്റ് അടുത്തടുത്ത് വന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനിയും ബാങ്കുകാർ വിളിച്ചെന്നെ നിരന്തരം ശല്യപ്പെടുത്തുക, ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഒരുപാട് സങ്കടം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ചേട്ടൻ പറഞ്ഞ്, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നാളെ വെളുപ്പിന് തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടി എടുത്ത ഒരാളുമാണ്. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞതുമല്ല, എനിക്ക് അത് കേൾക്കാൻ നോക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകണം, ഇനി അവിടെ ചെന്ന് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ
2 ലക്ഷം രൂപ പെട്ടെന്ന് അടയ്ക്കണം. ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു മറിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും പ്രായമുള്ളതാണ്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഇവിടെ എത്തി. ആദ്യമായിട്ട് 2025 ജനുവരി 22-നാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴും ബാങ്കിൽ നിന്ന് മാനേജർ നിരന്തരം വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് സമാധാനം പറയാൻ ചെല്ലുന്നുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ആയിട്ടാണ് ഞാൻ മാനേജറെ കാണാൻ പോകുന്നത്. പക്ഷേ അവരന്നേരം ഒന്ന് സമാധാനപ്പെടും. വീണ്ടും 4 ദിവസം കഴിയുമ്പം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വീണ്ടും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ഇരിക്കെ അവരെന്നോട് പറഞ്ഞു, വീട് വന്ന് സീൽ ചെയ്യും, നിങ്ങളുടെ അച്ഛനും അമ്മയും പുറത്തിറങ്ങേണ്ട അവസ്ഥ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മാനസികമായിട്ട് എന്നെ തളർത്തി. എനിക്കപ്പം വേറൊരു മാർഗ്ഗമില്ല. ഞാൻ പെട്ടെന്ന് വന്ന് അപ്പോൾ എന്നെ അറിവുള്ളവരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് മനസ്സിലാക്കി, അച്ഛനെ ചെന്ന് കാണ്, അല്ലാതെ ഇനിയൊരു പ്രതിവിധി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഇവിടെ അച്ഛനെ കാണാൻ വരുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ 5:30 എന്നും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്നും ഈ ജപ്തിയുടെ കാര്യം പറഞ്ഞ് നിരന്തരം അമ്മയോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 5:30 ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു. 5:50 എൻ്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറി കാപ്പി ഇടുന്നത് പോലും. ആ സമയത്ത് അന്ന് ഞാൻ അടുക്കളയിലോട്ട് കയറുന്ന സമയത്ത് എൻ്റെ ഫോൺ നിരന്തരം അങ്ങ് ബെല്ലടിക്കാൻ തുടങ്ങി. അത് ഒരു 5:45 മുതലേ ബെല്ലടിക്കുന്നുണ്ട്. ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കൂടെയാണ്. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് ഈ ബെല്ലടി മൊത്തം ഫോണിൽ കേൾക്കാൻ പറ്റുന്നത്. ഞാനപ്പോൾ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പം കോളേജിലെ സാറാണ്, ഹൈദരാബാദ് കോളേജിൽ നിന്ന് സാറാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലങ്ങ് പ്രേരിപ്പിക്കുക, ഫോൺ എടുക്കുക എന്നും പറഞ്ഞ് അങ്ങ് ഞാൻ മനഃപൂർവ്വം ആ കോൾ അവോയ്ഡ് ചെയ്തിട്ടും എന്നെ അങ്ങ് തട്ടി വിടും ആ ഫോണിൻ്റെ അടുക്കലോട്ട്. ഞാൻ അങ്ങനെ മനസ്സോടുകൂടി ചെന്ന് ഞാൻ ഫോൺ നോക്കുമ്പോഴാണ് സാറ് വിളിക്കുന്നത്. അപ്പോൾ ആ കോള് കണ്ടെങ്കിലും പേര് കണ്ടെങ്കിലും എനിക്ക് വീണ്ടും അത് അറ്റൻഡ് ചെയ്യാനൊരു മടി. കാരണം അഡ്മിഷന് വേണ്ടിയിട്ടാണ് സാറിനെ വിളിക്കുന്നത്. എൻ്റെ അടുത്ത് അഡ്മിഷൻ കൊടുക്കാനില്ല. സാറ് പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ പോലും എനിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും തിരിഞ്ഞു നടന്നിട്ട് വീണ്ടും എന്നെ പിടിച്ചു തള്ളി ഫോണിൻ്റെ കീഴിലോട്ടങ്ങ് കൊണ്ടുപോവുക. അതൊന്നും എനിക്ക് മറക്കാൻ പോലും വയ്യ. ഞാൻ എങ്ങനെ വീണ്ടും ആ കോൾ എടുക്കാൻ എനിക്ക് തോന്നിയെന്ന്. അങ്ങനെ ഞാൻ വേണ്ട കോൾ എടുത്തപ്പോൾ സാർ എൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അനിത, മാവേലിക്കര ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 1:30 എത്തും, അപ്പം നമുക്ക് കാണണം. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ അഡ്മിഷന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല, ഞാൻ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് സാറ് വേറൊരു ദിവസം എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടാണേലും ഇന്ന് നമുക്ക് കാണണം, അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിക്കണം, പിന്നെ അനിതയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ തുറന്ന് പറയുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടുകൂടി സാറ് പറഞ്ഞ പ്രകാരം ഞാൻ അന്നേ ദിവസം തന്നെ 1:30 മാവേലിക്കര ഓഫീസിൽ ചെന്ന് സാർ ആദ്യം തന്നെ എൻ്റെ ഈ വിഷമ വിവരമാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇത് പറയാനാണോ മടി, അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അതിനുശേഷം സാറ് എൻ്റെ ഇന്ന് അക്കൗണ്ട് നമ്പറെല്ലാം വാങ്ങിച്ചു. അത്രയൊരു ആശ്വാസത്തിൽ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവിടെ ഇരുന്ന് തന്നെ ഞാൻ വീണ്ടും വീട്ടിൽ വന്ന് കയറാൻ നോക്കിയിരുന്നു. വീണ്ടും ബാങ്കിൽ നിന്ന് വിളി വന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും സാർ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചതല്ലാതെ എനിക്ക് ക്യാഷ് അയച്ചു തന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു 2 ദിവസത്തേക്കുള്ളിൽ അവിടെ എല്ലാവരെയും കൊണ്ട് വരും, അളക്കും. അങ്ങനെ കുറേ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായി. ഞാനതെല്ലാം കേട്ടിരുന്നു. നമുക്ക് കേട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. ഒരാളൊരു പ്രതീക്ഷയ്ക്ക് ഒരു വാക്കും തന്നിട്ട് പോയി, ഇതുവരെ വിളിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് അന്ന് റേഷൻ കട തുറക്കാതെ പോലും ഞാൻ ഓടി ഇവിടെ വന്നു. അച്ഛനെ കണ്ട് അച്ഛനോട് ഈ സങ്കടം പറഞ്ഞു. അച്ഛൻ അപ്പോൾ തന്നെ എനിക്കൊരു മാതാവിൻ്റെ രൂപം വീട്ടിൽ കുഴിച്ചിടണം, എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇവിടെ വെച്ച് ഈ അൽത്താരെ വെച്ച് തന്നെ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു. ഞാനൊന്നും എനിക്കത് ഓർക്കാൻ പോലും വയ്യ. അന്നത്തെ ദിവസം ഈ പൈസ അടച്ചില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ അച്ഛനെയും അമ്മയും പുറത്തിറക്കുമെന്ന് വരെ പറഞ്ഞവർ. ഞാൻ ആ കാശ് രൂപം പിടിച്ച് വിഷമിച്ച് മാതാവിനോട് വീണ്ടും നോക്കി സങ്കടപ്പെട്ടിട്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തോട്ട് ആ തൂണിൻ്റെ ചവിട്ടിൽ ചെന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ സാറിൻ്റെ കോള് വന്നു. ഞാൻ അങ്ങോട്ട് മാറി നിന്ന് ആ കോൾ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്നത്, അത് പറയാനാണ് ഞാൻ ഫോൺ വിളിച്ചതെന്ന്. എല്ലാവരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും
അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയും ഉടനടി എനിക്ക് കിട്ടിയ അനുഗ്രഹവും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എനിക്കത് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നും അറിയത്തില്ല. നിസ്സാരം 2 ലക്ഷം രൂപയേ ഉള്ളായിരിക്കാം, പക്ഷേ അതെനിക്ക് 2 കോടിയുടെ വിലയാണ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ ഞാൻ ആ പൈസ കൊണ്ട് അടച്ചു. അത്രയൊരു ആശ്വാസം ബാങ്കുകാർക്കായി. അങ്ങനെ ഇരിക്കെ എൻ്റെ മോന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലാണ് 24 രൂപ ഉണ്ടായിരുന്നുള്ളൂ ആകെ. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ 24 രൂപയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവനൊരു മാസ്ക് വാങ്ങിക്കണം, ഒരു ചായ കുടിക്കണം, എന്തായാലും നിനക്ക് ഇത് രണ്ടും സാധിക്കാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട്, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ചായ വാങ്ങിച്ചു കൊടുത്തു. ശേഷം ഒരു മാസ്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ കയറി. അവൻ തന്നെ എൻ്റെ GPay ചെയ്ത് കൊടുത്തു. GPay ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഫോൺ ഓൺ ആക്കുമ്പോൾ ആ 24ൻ്റെ സ്ഥാനത്ത് ചായയുടെ ബാക്കിയും പോയിട്ട് 14 രൂപയുണ്ട്. ആ സ്ഥാനത്ത് 1,14,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അമ്മ ഈ 1 ലക്ഷം രൂപ എത്ര പെട്ടെന്ന് എങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ വന്നേ? അപ്പം ഞാൻ അവനോട് രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു, എടാ മാതാവ്, ഇത്രയും ശക്തിയുള്ള മാതാവ് നമുക്ക് ഇത്രയും സംരക്ഷണം തന്നു, ഇനി ആ 1 ലക്ഷം രൂപയും കൂടെ പെട്ടെന്ന് തന്നെ അയച്ചു തരും, മോൻ പ്രാർത്ഥിക്കുക, അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഈ 2 അനുഭവം എൻ്റെ മോൻ ഒരുപാട് വിശ്വാസം കൂട്ടി. അവൻ്റെ അസുഖങ്ങളും മാറി. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് എൻ്റെ അസുഖങ്ങളും മാറിപ്പോയത്. ഇതുകൂടാതെ ആ പിറ്റേ ദിവസം തന്നെ ഞാൻ പിന്നെ വീട്ടിൽ വന്നു. ആ 1 ലക്ഷം രൂപയും കൊണ്ട് അടച്ചു. ഞങ്ങളുടെ ജപ്തി ഒഴിവായി, ആധാരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ ഒരു അനുഭവം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഇതിന് അമ്മ മാതാവിനോട് ഈശോയോടും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. മോൻ്റെ രോഗസൗഖ്യം ഉണ്ടായി. ഇതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഓടിക്കുവാണ്. ഹരിപ്പാട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ പുതിയ വണ്ടിയാണ് ഓടിക്കുന്നത്. എങ്കിൽ പോലും നിരന്തരം ആൾ കയറുമ്പോൾ ഒരു 4 പേർക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി സൈഡിലേക്ക് പോകും, ഏതെങ്കിലും വലിയ വണ്ടിയുടെ അടിയിലോട്ട് ചെന്നങ്ങ് കയറും. വളരെ അത്ഭുതത്തിലാണ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നത്. അത് ഒരനുഭവമല്ല, പല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായി. ഏതെങ്കിലും വലിയ വണ്ടിയുടെ ഇടയ്ക്കോട്ട് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കയറുക എന്നുള്ളത്. അപ്പോഴൊക്കെ അന്നൊക്കെ വിറച്ചാണ് രാത്രി കയറി വന്ന് എന്നോട് ഈ വിവരം പറയുന്നത്. ഇന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാ, പാണ്ടിലാറിയുടെ അടിയിൽ കയറിയില്ല, സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ കയറിയില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അച്ഛനെയും മക്കളെയും എല്ലാവരെയും ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് രാവിലെ പ്രാർത്ഥിച്ച് എല്ലാം ഉപ്പും നാവിൽ തൊട്ട് കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ എത്ര തിരക്കൊണ്ടേലും ഞാനത് ചെയ്താണ് വിടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ശരിക്കും ഉണ്ടായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് എന്നോടൊപ്പം ഈ ആൾക്കാരെ നിൽക്കാനുണ്ടായത്. അല്ലെങ്കിൽ പലവട്ടം അപകടം സംഭവിച്ചു കഴിഞ്ഞേന്. അങ്ങനെ ആ ഒരു വലിയ അപകടത്തിൽ നിന്നും എൻ്റെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടു. ഇപ്പോൾ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. വണ്ടിയിൽ എത്ര ആൾ കയറിയാലും ഒരു പ്രശ്നമില്ല. നേരെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരപകടവും ഉണ്ടായിട്ടില്ല. ഈ 3 അനുഭവങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഇതുകൂടാതെ ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകുമ്പോഴും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കും. പിന്നെ ഒരു ദിവസം അച്ഛന് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചു. ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അച്ഛനെയും കൊണ്ട് പോകുന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ ഭയങ്കര തിരക്കാണ്, ഡോക്ടേഴ്സിനെ ഒന്നും കിട്ടാനേ ഇല്ല. ഞാൻ അച്ഛനിങ്ങനെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് ഒരു +2 വിദ്യാർത്ഥിയാണ്, കാണാൻ നല്ല സുന്ദരിയായ ഒരു മോള്. അത് കിടന്ന് ശ്വാസം കിട്ടാതെ അത് കണ്ണ് തള്ളുവാ നിന്നുകൊണ്ട്. ഞാൻ പെട്ടെന്നാണ് അതിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണ് മുകളിലോട്ട് കയറി നിൽക്കുന്നു. പിന്നെ അത് രക്ഷയില്ല. ഞാൻ ഓടിച്ചെന്ന് മോളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ മാസ്ക് ഒന്നും ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. പെട്ടെന്ന് അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഞാനങ്ങ് വെച്ചൊന്ന് കരയുവാ. അതിനെ നിന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം എൻ്റെ മനസ്സിലങ്ങ് പറയുക, ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ കുഞ്ഞിന് സമാധാനം കൊടുക്കണേ, ഇത് കാണാൻ വയ്യ, എൻ്റെ മോനെ പോലൊരു മോളല്ലയോ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറയുക, കാശ് രൂപ എടുത്ത് കൊടുക്കെന്ന് പറയുക. ഞാൻ എപ്പോഴും നേർച്ച വസ്തുക്കൾ മേടിക്കുമ്പോൾ ഒരു 5 കാശ് രൂപ എൻ്റെ കയ്യിൽ ഞാൻ വെച്ചേക്കും പേഴ്സിൽ. അതുകൂട്ട് ആർക്കെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയി ഓരോരുത്തരെ കാണുമ്പം തീരെ വിഷമിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കരുതുന്നത്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നത്, കാശ് രൂപ എടുക്കുക. അപ്പം ഞാനിത് മറന്നുപോയ സംഭവമാണ്. 3 കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു.
അപ്പം ഞാനിങ്ങനെ ഓർത്തു, കാശ് രൂപം കൊടുക്കാൻ പറയുന്നല്ലോ, എൻ്റെ കയ്യിൽ എവിടെ ഇരിക്കുന്ന കാശ് രൂപം? ഞാൻ പേഴ്സ് നോക്കുമ്പോൾ 3 കാശ് രൂപം ഉണ്ട്. പെട്ടെന്ന് ഞാൻ ആ കാശ് രൂപം എടുത്ത് മോളുടെ തലയെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. ഇനി അത്ര ഒരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിൻ്റെ. ഡോക്ടേഴ്സൊന്നും നോക്കുന്നില്ല, കാരണം കാഷ്വാലിറ്റിയിൽ അത്ര തിരക്കാണ്. അവരുടെ കുഴപ്പമല്ല, ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്നവരുടെ പുറകെ ഡോക്ടേഴ്സ് പോവുക. അപ്പോൾ ഇതിനെ 2 ടീച്ചേഴ്സാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സ് 2 പേര് ഡോക്ടർമാരെ തിരക്കി വേറൊരു വഴിക്കോട്ട് ഓടുമ്പോഴാണ് ഞാൻ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തായി ടീച്ചേഴ്സ് 2 പേരും എൻ്റെ അടുക്കലോട്ട് ഓടി വരുന്നത്. ആരാ എന്താണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വിശ്വാസം പറ്റി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, പേരൻസ് ആണോ? അല്ല, ഞങ്ങൾ ടീച്ചേഴ്സാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ചെയ്യുന്നത്, ഇതിലൂടെ കുഞ്ഞ് രക്ഷപ്പെടുന്ന പേട്ട. ഇത്രയും നേരം ഡോക്ടേഴ്സൊന്നും അടുത്തോട്ട് വന്നില്ലല്ലോ, ഇതിൻ്റെ കണ്ണ് തള്ളൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തുവാ ചെയ്തേ? ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ കാശ് രൂപമാണ്, ഞാൻ അത് വെച്ച് കുഞ്ഞിനെ പ്രാർത്ഥിച്ചതാ. അയ്യോ ചേച്ചി, ഞങ്ങൾക്കൂടെ 2 കാശ് രൂപം താ, ഞങ്ങൾ തിരക്കി നടക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ശേഷിച്ച 2 കാശ് രൂപം ആ ടീച്ചേഴ്സിനും കൊടുത്തിട്ട് പിന്നെയാണ് ഞാൻ അച്ഛനെ പോലും ശ്രദ്ധിക്കുന്നത്. എൻ്റെ അച്ഛന് 77 വയസ്സുള്ള അച്ഛനെ പോലും മറന്നാണ് ഞാൻ ഈ മോളുടെ പുറകെ ഓടിയേ. പിന്നെ അച്ഛനെയും കൊണ്ട് പെയ്യെ ഞാൻ നടന്നു. ഞങ്ങൾ ഊണ് മേടിക്കുന്നിടത്ത് വന്ന് ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് പോന്നു, ആ ചേച്ചിയെ ഒന്നും കൂടെ ഒന്ന് കണ്ടില്ലല്ലോ, എന്നാലും ഇവിടെ കാണാൻ നോക്കാമെന്ന് അവരിങ്ങനെ നോക്കി പോകുമ്പോഴാണ് എനിക്ക് അവരെ ശ്രദ്ധയപ്പെട്ട് ഞാൻ അവരുടെ പുറകെ ഓടിച്ചെന്നു. ആ കുഞ്ഞിന് എങ്ങനെയുണ്ട്? അപ്പോൾ പറയുക, ചേച്ചിയെ തിരക്കി ഞങ്ങൾ നടക്കുമായിരുന്നു. ഡോക്ടറൊക്കെ പിന്നെ വന്നത്. ആ മോക്ക് ചേച്ചി അത്രയും പ്രാർത്ഥിച്ച് കാശ് രൂപം കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പകുതി അസുഖം മാറി. ഇപ്പോഴാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തതും ഡോക്ടർ വന്നതും എല്ലാം. എനിക്ക് ഇത്രയും ഒരു അനുഗ്രഹം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ആ അനുഗ്രഹം തന്നെ എൻ്റെ മാതാവിന് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വൃദ്ധസദനമുണ്ട്. അനാഥരായ അച്ഛനമ്മമാരെയൊക്കെ ഇടയ്ക്ക് പോയി കാണും. അവർക്ക് വൈകിട്ടത്തേക്കുള്ള സ്നാക്സൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ 1-2 പ്രാവശ്യം ഊണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ കായംകുളത്ത് ഹരിപ്പാടൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പാവങ്ങൾ, തീരെ അവശരായി കിടക്കുന്നവർക്ക്, അവർക്ക് എണ്ണീറ്റ് പോയി ഫുഡ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് വീട്ടിൽ നിന്ന് ഒരു 5 പൊതിയെങ്കിലും, അത് 5 പൊതിയൊന്നും വെച്ചിട്ട് ഞാൻ ആശാവും കൊണ്ടിരിക്കത്തില്ല. 5 പേരെ കണ്ടെത്തി ഞാൻ എവിടെയൊക്കെ അവർ കിടക്കുന്നെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ ഏരിയയിൽ തന്നെ കൊണ്ടുവന്ന് അവർക്ക് 5 പേർക്കും അവരുടെ കൈകളിൽ തന്നെ ഞാൻ കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഇതുകൂടാതെ ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണ അലമാരയുണ്ട്. അവിടെ എല്ലാ മാസത്തും ഭക്ഷണം കൊണ്ട് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ RCCയിലാണ് ഞാൻ കൂടുതലും പോകുന്നത്. കാരണം എൻ്റെ മൂത്തൊരു മകളുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്ന 22 വയസ്സ് കാണുമായിരുന്നു. കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞാൻ അന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ വീട്ടിൽ വന്ന്, തീരെ ക്രിട്ടിക്കൽ സ്റ്റേജായ അവസ്ഥയിൽ. അന്ന് എനിക്ക് അവർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ലാതെ എനിക്ക് ഈശോ എന്താണെന്നോ മാതാവ് എന്താണെന്നോ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അസുഖം മാറട്ടെ ആ ഒരു മൈൻഡായിരുന്നു. കാരണം എൻ്റെ പ്രായവും അതായിരുന്നു, എനിക്ക് അത്ര പോലെ പക്വതയില്ല, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അന്നത്തെ ആ വേദന ഇന്ന് തന്നെ നല്ലപോലെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ RCC പോകുന്നത്. ഹരിപ്പാട്ടു നിന്ന് RCC വരെ പത്രം കൊടുക്കാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇതിനായിട്ടാണോ വന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഇതിനായിട്ട് തന്നെ വന്നത്. കാരണം ഈ നിൽക്കുന്ന RCCയുടെ ഫ്രണ്ടിൽ കാണുന്ന ഓരോ ചെടികളും ഓരോ മൺതരികളും എൻ്റെ തകർച്ച ഒരു നാൾ കണ്ടതാണ്. അന്ന് എനിക്ക് ആരുമില്ലായിരുന്നു, എനിക്ക് മാതാവിനെ ഈശോയെ ഇത്ര ശക്തമായി അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന എനിക്കേ അറിയത്തുള്ളൂ. എവിടെ ചെന്നാൽ എൻ്റെ മോളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓട്ടമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് പോയി 2.5 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് ഞാൻ ആന്ധ്രയിൽ ഒരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ സമയത്തുണ്ടായതാണ് എൻ്റെ മോനും പിന്നെ ഒരു മോളും ഉണ്ട്. RCCയിൽ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാവർക്കും കാശ് രൂപം ഞാൻ പ്രത്യേകം കൊണ്ടുകൊടുക്കും. കാരണം കുട്ടികൾക്കൊന്നും ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൊടുപ്പിക്കത്തില്ല. അവരുടെ പേരൻസിൻ്റെ ഞാൻ വിവരം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. മാതാവിൻ്റെ പത്രം അവരുടെ തലക്കെട്ട് കഴിവതും വെച്ച് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ഞാൻ RCC പോയി എല്ലാവർക്കും എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കിടക്കുമ്പോൾ എനിക്കിങ്ങനൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അപ്പം നിങ്ങൾ എത്രത്തോളം തകർന്ന ഓരോ മാതാപിതാക്കളും ഇവിടെ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ തേടി തന്നെയാണ് ഇത്രയും ദൂരത്തുനിന്ന് ഞാനിവിടം വരെ വരുന്നത്. അങ്ങനെ അവർക്കെല്ലാം കൊടുക്കും. അവരോടൊപ്പം ഞാനും അവിടെ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ച് കഴിക്കും. രാവിലെ 7 മണിയുടെ ഹരിപ്പാട് നിന്നുള്ള ട്രെയിനിൽ കയറിയാൽ പിന്നെ ഞാൻ രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. കഴിവതും അവരോട് തന്നെ ആ പരിസരത്ത് തന്നെ ഞാൻ സമയം ചെലവഴിക്കും.
എത്രത്തോളം ആശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കാവോ അത്രയും ഞാൻ ചെയ്തു കൊടുക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും കൃപാസനത്തിലൊന്ന് വന്നെത്ത്, നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടും, നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുതെന്ന് തന്നെ ശക്തമായി ഞാൻ അവരോട് പറയും. കാരണം എൻ്റെ അനുഭവങ്ങൾ അത്ര വലുതാണ്. എൻ്റെ കുഞ്ഞിനെ കിട്ടാത്ത ആ ഒരു ഭാഗ്യം നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റുകയുള്ളൂ എന്ന് തന്നെ ഞാൻ പറയും. അവസാനം അവരെനിക്ക് ഉറപ്പും തരും. അങ്ങനെ ഒരു പ്രാവശ്യം പോയി എനിക്ക് എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാനിപ്പം നിരന്തരം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് അവിടോട്ട് പോകാനാണ് ഇഷ്ടം. കാരണം RCCയിൽ ആദ്യം ചെല്ലുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ചെക്കിങ്ങാണ്, ക്യാമറയുണ്ട്, അവർ പത്രം പിടിച്ചു വയ്ക്കും. ഞാൻ ഇപ്പോൾ ചെല്ലുമ്പം ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ആ ചേട്ടന്മാർക്ക് ആദ്യം കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും RCC പോകാനാണെങ്കിൽ പോകരുത്, ഭയങ്കര ചെക്കിങ്ങാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത്രയും ദിവസം പോയിട്ട് തന്നെ ആരും പിടിച്ചു വെച്ചില്ല, ഇനി പിടിച്ചു വെക്കുന്നെങ്കിൽ വെക്കട്ടെ, എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇനി ആരാണ് SP ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള കഴിവുണ്ട്. കാരണം ഞാനതൊരു മതപരിവർത്തനമല്ല നടത്തുന്നത്, ഒരു കുഞ്ഞ് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ അനുഭവസ്ഥയാണ്, ഞാൻ അതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു അമ്മയാണ്. അതുപോലെ ഒത്തിരി അമ്മമാർ ഈ RCCയിലുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വന്നത്, അല്ലാതെ ഞാൻ മറ്റൊരു ഉദ്ദേശത്തിലല്ലാന്ന് എനിക്ക് പറയാനറിയാം. അപ്പോൾ അവർ ബാക്കി നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങനെ തന്നെ പറഞ്ഞാൽ ഞാൻ RCC പോകുമ്പോൾ കൂട്ടത്തിൽ അവിടെ SAT ഉണ്ട്, ശ്രീചിത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ട്, അങ്ങനെ 4 ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അടുത്തടുത്ത്. അവിടെ എല്ലായിടവും പോകും. എല്ലായിടവും ഈ ഫ്രഷ് ആയിട്ടുള്ള പത്രം കൊടുത്തു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അതിനെക്കാട്ടി വേദനാജനകമാണ്. വായിച്ചു കഴിഞ്ഞിട്ട് മാതാവിൻ്റെ പത്രം താഴെ ഇട്ട് ചവിട്ടി തേക്കുന്നതും കാണാനുള്ള ഇടയായിട്ടുണ്ട്. അത് കാണുമ്പോൾ സഹിക്കത്തില്ല. ഫ്രഷ് ആയിട്ടുള്ള പത്രം എല്ലാവർക്കും കൊടുത്തിട്ട് എൻ്റെ ജോലി പ്രത്യേകം ഒരു കിറ്റും കൊണ്ടുപോകും. ഈ താഴെ ചവിട്ടി മെതിക്കുന്ന പത്രം എല്ലാം എടുത്ത് കവറിലാക്കി വീട്ടിൽ കൊണ്ടും സൂക്ഷിച്ചു വെക്കും. കാരണം ആ പത്രത്തിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് അനുഭവിച്ചവർക്കല്ലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ഇത്രയൊക്കെയാണ് മാതാവിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല മാതാവിനെ ഈശോയും വിളിക്കുന്നത്, എൻ്റെ മക്കളോടും പറയും. നിത്യത വരെ നമുക്ക് മാതാവിനെ ഈശോയും ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്നും മാതാവിനെ ഈശോയോടും പറഞ്ഞ് ഞാൻ പറയുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങളിപ്പോൾ വളരെ സമാധാനവും സന്തോഷമായിട്ടാണ് ഉടമ്പടിയെടുത്ത കാലം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഇനി മുന്നോട്ട് മാതാവ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജെറമിയ 24:6 ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും, ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല. ഞാൻ അവരെ നടും, പിഴുതു കളയുകയില്ല. അനിത എന്ന ഈ അക്രൈസ്തവ മകളുടെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. അമ്മ മാതാവിൽ ശരണപ്പെട്ടു തുടങ്ങിയ സാഹചര്യം എങ്ങനെയെന്ന്, ജീവിതം ആകെ തരിപ്പണമായ കടബാധ്യതകളാൽ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ജപ്തിയുടെ വക്കിലെത്തിയ കുടുംബം അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത ശേഷം പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെട്ട് വിശ്വസിച്ച് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അത്ഭുതകരമായ ഇടപെടൽ അമ്മ മകളുടെ ജീവിതത്തിൽ നൽകിയതാണ് നമ്മോട് പങ്കുവച്ചത്. ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ ഈ നാളുകളിൽ ജീവിതത്തിൻ്റെ വലിയ വിഷയങ്ങളുമായി അമ്മയുടെ അരികിൽ തേടി വരുന്ന ഓരോരുത്തർക്ക് ലഭിക്കുന്ന സവിശേഷമായ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. നാം അച്ഛൻ്റെ അരികിൽ ഒരു നിയോഗം അല്പം പോലും കറയില്ലാതെ വിശുദ്ധമായ മനസ്സോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അണയുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ ഏറ്റെടുത്ത് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത് അറിയാനാവും. അത് തന്നെയാണ് സഹോദരി സൂചിപ്പിച്ചത്. അച്ഛൻ, ഞാൻ കണ്ണീരോടെ വാവിട്ട് നിലവിളിച്ച് അച്ഛനെ ആശീർവദിക്കുമ്പോൾ എൻ്റെ വീടും സ്ഥലവും 2 നാൾ കഴിഞ്ഞ് നഷ്ടപ്പെടും എന്നത് ഞാനിങ്ങനെ ഏങ്ങലടിച്ച് അച്ഛൻ്റെ അരികിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ജപ്തി നടപടി ഒഴിവാക്കുവാനുള്ള വഴി അമ്മ മാതാവ് തുറന്നു തരുന്നു. അതാണൊരു വ്യക്തി വിളിക്കുകയും കാര്യം തിരക്കുകയും കാണുവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് കൂടിയും തിരക്കിയെത്തി കാണുകയും കാര്യം തിരക്കി 1 ലക്ഷം രൂപ
2-3 ദിവസം കൊണ്ട് അടയ്ക്കുവാൻ വേണ്ടി അക്കൗണ്ടിൽ കൊടുക്കുകയും ചെയ്തത്. വീണ്ടും അല്പ ദിവസം കഴിയുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ 24 രൂപ മാത്രമേ ഉള്ളൂ. മകനൊരു ചായ വാങ്ങി കൊടുക്കണം, ഒരു മാസ്ക് വാങ്ങി കൊടുക്കണം. അതിനുവേണ്ടി ചായ കുടിച്ച് 10 രൂപ കൊടുത്ത് 14 രൂപയുമായി അടുത്തൊരു കടയിൽ മാസ്കിന് വേണ്ടി കയറി ജിപേ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ കയറിയിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അർഹതയില്ലാത്തത് കൂടി ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് വെച്ച് തരുന്നത് ഉടമ്പടിയുടെ നിരന്തരമായ സാക്ഷ്യമാണ്. സഹോദരി നിറക്കണ്ണുകളോടെ നല്ല മനസ്സോടും നന്ദിയോടും അമ്മയുടെ അരികിൽ ഈ വിഷയങ്ങൾക്ക് നന്ദി പറയുകയാണ്. മകൻ്റെ രോഗം സൗഖ്യപ്പെട്ടത്, ജപ്തി നടപടി മാറിപ്പോയത്, വിശ്വാസം സ്ഥിരത കിട്ടിയത്, ജീവിത പങ്കാളിയുടെ ഓട്ടോ പുതിയതാണെങ്കിൽ കൂടിയും 4 പേർ കയറുമ്പോൾ തന്നെ അതൊരു വശത്തേക്ക് ചരിഞ്ഞുപോയി വാഹനങ്ങൾക്കടിയിലേക്ക് പോകുന്ന വിധത്തിൽ അപകടകരമായി ഓടിക്കൊണ്ടിരുന്നത്, അതെല്ലാം ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചും കുടുംബത്തെ മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചും ഉടമ്പടി തൈലം ഓരോരുത്തർക്കും പൂശി അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായെന്ന്. സഹോദരിയുടെ സാക്ഷ്യം അത് കൂടുതൽ കൃപയായിത്തീരുന്നത് അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുമാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഹരിപ്പാട് നിന്ന് ട്രിവാൻഡ്രം വരെയും RCC വരെ എത്തി പണ്ട് തൻ്റെ മകൾ മരിച്ചുപോയതിന് എനിക്ക് പറഞ്ഞു തരുവാൻ കൃപാസനത്തെക്കുറിച്ച് അറിയിക്കുവാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ലേശത്തോടു കൂടി ധൈര്യത്തോടു കൂടി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി അവിടെ പോയി ചെയ്ത് അവർക്ക് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൃപാസനം പത്രം കൊടുത്ത് അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തി അവർക്ക് അമ്മ മാതാവിൻ്റെ കാശുരൂപം കൈമാറി അത് കുഞ്ഞുങ്ങളുടെ അരികിൽ സൂക്ഷിക്കണമെന്ന് ഉറപ്പിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ ഒരു വഴി തുറന്ന് കൊടുക്കുകയും ചെയ്യുന്നത് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ അരികിൽ ആര് നിഷ്കളങ്ക മനസ്സോടുകൂടി എത്തുന്നോ, മുഴുവൻ ശരണം വെച്ചെത്തുന്നുവോ, സംശയിക്കാതെ പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ ഏതു വലിയ ജീവിത വിഷയവും അമ്മ ഏറ്റെടുത്ത് പരിഹാരം നൽകി ജീവിതത്തിന് ശുഭകരമായ ഭാവി, അത് ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അവസ്ഥ, അസാധ്യമെന്ന് കരുതുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി സമാധാനവും സന്തോഷവും നൽകുന്ന അവസ്ഥകൾ അമ്മ കൈമാറുന്നത് കാണാനാവും. അതിൻ്റെ വളരെ ഉജ്ജ്വലമായ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. കണ്ണീരൊപ്പി കരം പിടിച്ച് കരുതലോടെ ദൈവസ്നേഹത്താൽ വഴി നടത്തിയ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും സവിശേഷമായ സ്നേഹത്തിന് ഈ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.